ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് അതിന് അർഹിക്കുന്ന പരിഗണന നൽകി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെയും നമ്മുടെ കമ്പനിയുടെയും ആർദ്രമായ സ്വാഗതം. നമ്മളിപ്പോ ഈ കാലാവസ്ഥ മോശമാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ എത്തിച്ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതിന്റെ ബേസിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. പക്ഷെ നമ്മളെ ഇവിടെ എത്തിച്ച ഒരു ദൈവം ഉണ്ടല്ലേ, ആ ദൈവത്തെ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ധ്യാനിക്കാം. ഓക്കെ, ഇനി ഒരു പ്രധാന ചടങ്ങ് നടക്കണം. നമ്മുടെ കയ്യിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഉപകരണം ഉണ്ട്. ആ ഉപകരണം നിങ്ങൾ കയ്യിലെടുത്തതിന് ശേഷം അത് സ്വിച്ച് ഓഫ് ആക്കണമെന്ന് ഞാൻ പറയില്ല, സൈലന്റ് മോഡിട്ട് സൈലന്റ്. നമ്മുടെ ചില ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ അമ്മമാരുടെ കയ്യിൽ ഇരിക്കുന്നത് പേഴ്സിനകത്തായിരിക്കും. അപ്പോൾ ബാഗ് തുറന്ന് പേഴ്സ് എടുത്ത് സൈലന്റ് ആക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പുതുതായിട്ട് വന്നത് ഓക്കെ, കൺഗ്രാജുലേഷൻ. നിങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. സിനിമയിൽ പറഞ്ഞ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. കാരണം നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. ഒരു കാഴ്ചപ്പാടല്ല, ഒരു മനുഷ്യന് കാഴ്ചപ്പാടൊന്നാണെങ്കിലും വീണ്ടും മനസ്സിലൊരു ചോദ്യം ചോദിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം, അതായത് തന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, ഈ ലോകത്തെ താൻ നോക്കുന്ന ഫോക്കസിൽ നോക്കുന്ന കാര്യം മാത്രമാണ് ശരി എന്ന് ഉള്ള ഒരു വിഭാഗക്കാരുണ്ട്. എന്നാൽ ഞാൻ ഈ ലോകത്തെ നോക്കിയ കാഴ്ചപ്പാടനുസരിച്ച് അതും ശരിയാണ്, ഇപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം അല്ലാതെ ചോദിക്കുന്നുണ്ട്, അതും ശരിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട്. കാരണം ഒരു കാര്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഹയർ ക്ലാസ്, ഹയസ്റ്റ് ക്ലാസ്, ഇങ്ങനെ അതുകൂടാതെ കോർപ്പറേറ്റ്, ഇങ്ങനെ നമ്മൾ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്റെ ബേസിലാണ് അവർക്കും ഈ ഏറ്റവും പാവപ്പെട്ടവനും അതുകൂടാതെ നമ്മളെ കോർപ്പറേറ്റ് എന്ന് പറയുന്ന വൻകിട പണക്കാർക്കും നമ്മളെ പോലെ രണ്ട് കണ്ണും, അവർക്ക് മൂന്ന് കണ്ണുണ്ടാകും ഇല്ല, രണ്ട് കണ്ണും രണ്ട് കാതും, നമ്മളെ പോലെ ഉള്ള മൂക്കും ഹൃദയവും, നമ്മളെ പോലെയുള്ള ബ്ലഡ് തന്നെയാണ് അവർ പൊടിയിൽ കൂടെ ഓടുന്നത്. പക്ഷേ നമ്മുടെ ഓരോ വ്യക്തികളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുടെ കാഴ്ചപ്പാടും ഏറ്റവും മുകളിലുള്ള ആളുടെ കാഴ്ചപ്പാടും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ട്രെയിനിൽ ഡൽഹിയിലോട്ട് പോകുമ്പോൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു ട്രെയിനിൽ ഡൽഹിയിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഒരു ദാരിദ്ര്യത്തിൽ താഴെയുള്ള ഒരു വ്യക്തി ആണെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തൊന്ന് പോകും. ഒരു അല്പം കൂടെ മുകളിലുള്ള ആളാണെങ്കിൽ എന്നാൽ പിന്നെ സെക്കൻഡ് ക്ലാസ് ബുക്ക് ചെയ്ത് പോകാം, ബർത്തുള്ളത് ബുക്ക് ചെയ്ത് പോകാൻ വിചാരിക്കും. അതിന് തൊട്ട് മുകളിലുള്ള ആളാണെങ്കിൽ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ AC കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്ത് പോകാൻ വിചാരിക്കും. പക്ഷെ ഒരു കോർപ്പറേറ്റ് മുതലാളി വിചാരിക്കും എനിക്ക് എത്തേണ്ടത് 3 ദിവസം കഴിഞ്ഞാണ്, എനിക്ക് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഫ്ലൈറ്റിൽ കയറിയാൽ ഇന്ന് 10 മണിക്കുള്ള ഫാൻഷനോടെ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വേറൊരു കാഴ്ചപ്പാടാണ്. ഇവരെല്ലാം മനുഷ്യരാണ് അല്ലേ, അവരും ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് ഒരു സമ്പന്നനായി ജീവിച്ചുകൂടാ?
ഞാൻ ചോദിച്ച ചോദ്യം, നമുക്ക് എന്തുകൊണ്ട് സമ്പന്നനായി ജീവിച്ചുകൂടാ? ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആ വേദിയിൽ എത്താനുള്ള, ഒരു സമ്പന്നനായി ജീവിക്കാനുള്ള ഒരു വേദിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ എന്നോടൊപ്പം വരാൻ തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറാണെന്ന് കൊണ്ടുപോകുള്ളൂ, ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകില്ല. തയ്യാറാണെങ്കിൽ ഒരു സമ്പന്നനായി ജീവിക്കാനുള്ള വേദിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അത് ഇതൊരു പ്രത്യേക ഒരു പ്ലാൻ പ്രസന്റേഷനിലൂടെയാണ് നിങ്ങളെ അത് അറിയിക്കുന്നത്. ആ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നത് ഞാനല്ല, അത് തികച്ചും അനുയോജ്യയായ വ്യക്തി, അതായത് നെടുമങ്ങാടിന്റെ മണ്ണിൽ അതിശക്തമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, അതായത് കുടുംബത്തോടു കൂടി ബിസിനസ് ചെയ്യുന്ന സാബു സാറിന്റെ പ്രിയ പത്നിയായ ലക്ഷ്മി മാഡം, DSTM റാങ്കിൽ നിൽക്കുന്ന ലക്ഷ്മി മാഡത്തെ ഏറെ ബഹുമാനത്തോടെ ഈ പ്ലാൻ പ്രസന്റേഷൻ അവതരിപ്പിക്കാനായിട്ട്